പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, നമ്മളിന്ന് വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. എനിക്ക് ഈ അടുത്ത കാലത്താണ് ഇതിനെപ്പറ്റി ഒരു ശരിയായിട്ടുള്ള ഒരു ഉൾക്കാഴ്ച കിട്ടിയത്. അടുത്ത കാലത്തെന്ന് പറഞ്ഞാൽ 1-2 വർഷങ്ങളായി കാണുമായിരിക്കും. പക്ഷേ അത് വളരെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ നമ്മൾ വിചിന്തനം ചെയ്യാൻ പോകുന്നത്. പരിശുദ്ധ അമ്മയുടെ ശക്തിയേറിയ മാധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് ആവേ 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 മരിയ ആവേ 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 മരിയ. നമ്മൾ സങ്കീർത്തന പുസ്തകത്തിൻ്റെ 19-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. ഞാനിതിൽ നിന്ന് വായിക്കാം, അതിനുശേഷം നമുക്ക് ഇതിനെപ്പറ്റി വിചിന്തനം ചെയ്യാം. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് 9 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളാണ്. അവിടെ തുടങ്ങി വായിച്ചാലേ അത് ഫുള്ളാവുകയുള്ളൂ. അതായത് സങ്കീർത്തനം 19-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവഭക്തി നിർമ്മലമാണ്, അത് എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിൻ്റെ വിധികൾ സത്യമാണ്, അവ തികച്ചും നീതിപൂർണമാണ്. അവ പൊന്നിനെയും തങ്കത്തേക്കാൾ അഭികാമ്യമാണ്. അവ തേനിനെയും തേൻകട്ടയേക്കാൾ മധുരമാണ്. അവ തന്നെയാണ് ഈ ദാസനെ പ്രബോധിപ്പിക്കുന്നത്. അവ പാലിക്കുന്നവനും വലിയ സമ്മാനം ലഭിക്കും. എന്നാൽ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാൻ ആർക്ക് കഴിയും? അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ ദാസനെ കാത്തുകൊള്ളണമേ. അവ എന്നിൽ ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ. അപ്പോൾ ഞാൻ നിർമ്മലനായിരിക്കും, മഹാ അപരാധങ്ങളിൽ ഞാൻ വിമുക്തനായിരിക്കും. എൻ്റെ അപൈശല്യം വിമോചകനുമായ കർത്താവേ, എൻ്റെ അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ. വളരെ ഗഹനമായിട്ട് ധ്യാനിക്കേണ്ട ഒരു വിഷയമാണിത്. വാസ്തവത്തിൽ നമ്മളൊരു വിഷയം ഇത് വായിച്ചു പോകുമ്പോൾ അറിയാതെ അങ്ങ് പോവുകയുള്ളൂ. പക്ഷേ ചിലപ്പോൾ ഒരു വിഷയം ഇതിനെപ്പറ്റി ധ്യാനിക്കുന്നില്ല. അത് പക്ഷേ ധ്യാനിക്കുമ്പോൾ വളരെ ഡീപ്പായിട്ടുള്ള ഒരു അർത്ഥമാണ് ഇതിനുള്ളത്. പ്രത്യേകിച്ചും 12-ാമത്തെ, എന്നാൽ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാൻ ആർക്ക് കഴിയും? അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. അപ്പം സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കണം നമ്മൾ എന്തൊക്കെയാണെന്ന്. പക്ഷേ വേറൊരു കാര്യം ഇവിടെയാണ് പറയുന്നു, അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. നമ്മൾ അറിഞ്ഞും അറിയാതെയും പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അറിയാതെ പറ്റുന്ന തെറ്റുകളിൽ നിന്ന്, വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമെന്ന് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ. നമ്മളറിയാതെ പല കാര്യങ്ങളും നമ്മൾ ചെയ്തു പോകുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഓർക്കുന്നില്ലായിരിക്കും, നമ്മൾ അങ്ങ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ അറിയാതെ പല തെറ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഓർക്കാതെയൊക്കെ ചെയ്യുന്നതായിരിക്കും. പക്ഷേ പിന്നെ ഓർക്കുകയില്ല. അങ്ങനെ ഒരു കാര്യം നമ്മൾ കുമ്പസാരത്തിൽ ഏറ്റു പറയാനായിട്ട് പോകുന്നുമില്ല. അവിടെയാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമെന്ന് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഈ ഒരു വചനം പ്രത്യേകിച്ച് ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ ദാസനെ കാത്തുകൊള്ളണമേ. നമ്മൾ ബോധപൂർവം തെറ്റുകൾ ചെയ്യും അല്ലേ? പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ ബോധപൂർവമാണല്ലോ ചെയ്യുന്നത്. ഉദാഹരണത്തിന് എന്തെങ്കിലും ഒരു ദൈവകൽപ്പനകൾക്ക് വിരുദ്ധമായിട്ടുള്ളൊരു കാര്യത്തിന് പോകുന്നു. അപ്പോൾ അത് ബോധപൂർവമാണ് പോകുന്നത്. ഒരാൾ മോഷ്ടിക്കാൻ പോകുന്നു. അപ്പം ആ മോഷണം, ഇപ്പോൾ ബാങ്ക് ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പണം അടിച്ചെടുക്കണം. അപ്പം ബോധപൂർവമാണ് തെറ്റ് ചെയ്യുന്നത് അല്ലേ? അറിയാതെ ചെയ്യുന്നതല്ല. അപ്പം ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ ദാസനെ കാത്തുകൊള്ളണമേ. വേറെ ഏത് പാവവും ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ ബോധത്തോടെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ ഒത്തിരി അധികം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ ദാസനെ കാത്തുകൊള്ളണമേ. അല്ലെങ്കിൽ ഒരാൾ വ്യഭിചരിക്കാൻ പോകുന്നു. ബോധപൂർവമാണ് അയാൾ പോകുന്നത്, പെട്ടെന്നുള്ള ഒരു കാര്യമല്ല, അതെല്ലാം പ്ലാൻ ചെയ്തൊക്കെ പോവുകയാണ്. അപ്പോൾ അത് ബോധപൂർവം, അതൊരു ഹാബിറ്റായി മാറി. മനസ്സിലായല്ലോ? അപ്പോൾ അത് ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളാണിതെല്ലാം. അപ്പോൾ അവിടെ നമ്മൾ കർത്താവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കണം.
കർത്താവേ, ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ ദാസനെ കാത്തുകൊള്ളണം, അല്ലെങ്കിൽ ഈ ദാസിയെ കാത്തുകൊള്ളണമേ. അവ എന്നിൽ ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ. അപ്പം നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റ്, ഉദാഹരണത്തിന് നമുക്ക് ആ തെറ്റിൽ ആധിപത്യം ഉറപ്പിച്ചു പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ മേൽ നമുക്ക് അതിനൊരു വലിയൊരു ആ തെറ്റിന് നമ്മൾ അത് നമ്മളെ ഭരിക്കുകയാണ്. ആ തെറ്റ് നമ്മൾ അറിയാതെ തന്നെ അതിനോട്ടങ്ങ് പോവുകയാണ്. ബോധപൂർവം തന്നെയാണ്, പക്ഷെ അറിയാതെ ആ വീണ് പോവുകയാണ്. എന്തെങ്കിലും തെറ്റാകട്ടെ, എന്തെങ്കിലും തെറ്റാകട്ടെ. അപ്പം അത് അറിയാതെ പറ്റുന്ന വീഴ്ചകൾ തന്നെ ശുദ്ധീകരിക്കണം. തീർച്ചയായിട്ടും നമ്മൾ അറിയാതെ ചെയ്തു പോകുന്നതാണ്. പക്ഷേ അത് ഏറ്റുപറയേണ്ട ഒരു സാഹചര്യം പിന്നീട് ഇന്ന് ആലോചിക്കണം. നമ്മൾ അറിയാതെ നമ്മൾ എന്തെങ്കിലും ഞാൻ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകൾ നമ്മൾ പറയാറില്ലേ? അപ്പോൾ അത് പ്രത്യേകമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ തന്നെ ശുദ്ധീകരിക്കണമെന്നാണ്. ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ ദാസനെ കാത്തുകൊള്ളും. ബോധപൂർവം ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പാപം ചെയ്യുന്നത്. അവ എന്നിൽ ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ. കാരണം അത് നമ്മളെ അത് റൂൾ ചെയ്യുകയാണ്. വാസ്തവത്തിൽ നമ്മൾ ഭരിക്കുകയാണത്. എന്നിൽ ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ, അപ്പോൾ ഞാൻ നിർമ്മലനായിരിക്കും. അപ്പം നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ആ തെറ്റുകളിൽ ആ തെറ്റ് നമ്മളിൽ ആധിപത്യം ഉറപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അടിമയാണ്. പിന്നെ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ നിർമ്മലനായിരിക്കും. മഹാ അപരാധങ്ങളിൽ ഞാൻ വിമുക്തനായിരിക്കും. അങ്ങനെ വരുമ്പോൾ മനസ്സിലായില്ലേ? ഇത് കർത്താവിന് പ്രത്യേകം പ്രാർത്ഥിക്കും. എൻ്റെ അപേക്ഷയും വിമോചകനുമായ കർത്താവേ, എൻ്റെ അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ. എന്താ അവിടെ പറയുന്നത്? എൻ്റെ അധരങ്ങളിലെ വാക്കുകൾ, ഞാൻ പറയുന്ന വാക്കുകൾ നല്ലതാണോ ചീത്തയാണോ, അതേ വെറും ചുമ്മാ സമയം കളയാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളുള്ള വല്ലതാണോ? നമ്മൾ പറയുന്ന ഓരോ ഇങ്ങനെയുള്ള വാക്കുകൾക്കും നമ്മൾ ഉത്തരം കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് ദൈവസന്നിധിയിൽ ഇതെല്ലാം നോക്കുന്നുണ്ട്. ദൈവം എല്ലാം നോക്കുന്നുണ്ട്. എൻ്റെ അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും. നല്ല വിചാരങ്ങൾ വേണ്ടേ? ചീത്ത വിചാരങ്ങൾ വെച്ച് നമ്മൾ ആ വിചാരങ്ങളെ താലോലിച്ച് വെച്ചുകൊണ്ടിരിക്കുക. അശുദ്ധമായ എന്തെങ്കിലും വിചാരമായിരിക്കാം. അപ്പം ആ അശുദ്ധമായ വിചാരങ്ങളിൽ അതിനെ താലോലിച്ച് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ സ്വീകാര്യമല്ലത്. അതാണ് ഈ പറയുന്നത്. എൻ്റെ അധരങ്ങളിലെ വാക്കുകൾ, നല്ല വാക്കുകൾ പറയണമെന്നുള്ളതല്ലേ. നാവിൻ്റെ ദുരുപയോഗത്തെപ്പറ്റി യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്. നല്ല വാക്കുകൾ പറയണം. നാവ് വളരെ ചെറിയൊരു അവയവമാണെങ്കിലും അത് ഒരു ഒരു അഗ്നിയേക്കാൾ പവർഫുള്ളാണ് നാവെന്ന് പറയുന്നത്. അപ്പോൾ ചെറിയൊരു തീപ്പെട്ടിക്കമ്പിൽ ഒരിക്കുന്ന ഒരു തീയ് ഒരു വനം തന്നെ കത്തി നശിച്ചു പോകാനുള്ള ശക്തിയുണ്ട് അതിനല്ലേ. അപ്പോൾ എൻ്റെ അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ. അത് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യമാണിത് കേട്ടോ. ഈ പറഞ്ഞ സങ്കീർത്തനം 19 ഈ 10 മുതൽ ഉള്ള ആ തിരുവചനങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ അവസാനം ഞാൻ വായിച്ച ഈ തിരുവചനങ്ങളൊക്കെ 13-ാം വചനം, 12-ാമത്തേത്, 11, 12, 13, 14 പ്രത്യേകിച്ച് ധ്യാനിക്കണം. അത് കാരണം നമ്മൾ അറിഞ്ഞും അറിയാതെ ഒത്തിരി തെറ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. യാക്കോബ് ശ്ലീഹായുടെ ആ ലേഖനത്തിൽ അത് വളരെ ക്ലിയറായിട്ട് നാവിൻ്റെ ദുരുപയോഗത്തെ പറ്റി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ നാവ് എന്ന് പറയുന്ന അഗ്നിയേക്കാൾ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അഗ്നിയേക്കാൾ അതിന് ശക്തിയുണ്ട് ഈ നാവിന്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഈ നാവിൻ്റെ ദുരുപയോഗം കൊണ്ട് പല കാര്യങ്ങളും നടക്കാം. നാവ് ഏഷണി വരുത്തുന്ന ഒരാൾ, ഓക്കെ, നാവിൻ്റെ ദുരുപയോഗം യാക്കോബിൻ്റെ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിലാണ് പറയുന്നത്. ഞാൻ അതിൻ്റെ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിക്കാം കേട്ടോ. 3-ാം അധ്യായം. എൻ്റെ സഹോദരരെ, നിങ്ങളിൽ അധികം പേർ പ്രബോധകരാകാൻ തുനിയരുത്. എന്തെന്നാൽ കൂടുതൽ കർശനമായ വിധിക്ക് നാം അർഹരാകുമെന്ന് മനസ്സിലാക്കുവാൻ. നാം എല്ലാവരും പല വിധത്തിൽ തെറ്റ് ചെയ്യുന്നു. സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്. സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്. തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും. നമ്മെ അനുസരിക്കുന്നതിന് വേണ്ടി കുതിരയുടെ വായിൽ കടിഞ്ഞാൺ ഇടുമ്പോൾ അതിൻ്റെ ശരീരം മുഴുവനെയും നാം നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. വളരെ വലുതും ശക്തമായ കാറ്റിനാൽ വായിക്കപ്പെടുന്നതുമായ കപ്പലുകളെ നോക്കുവിൻ. വളരെ ചെറിയ ചുക്കാൻ ഉപയോഗിച്ച് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് കപ്പിത്താൻ അതിനെ നയിക്കുന്നു. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കണം.
അതുപോലെ നാവ് വളരെ ചെറിയ അവയവമാണ്, എങ്കിലും അത് വൻപ് പറയുന്നു. ചെറിയ ഒരു തീപ്പൊരി എത്ര വലിയ വനത്തെയാണ് ചാമ്പലാക്കുക. ഇപ്പം ഞാൻ ചുരുമുലേ പറഞ്ഞ കാര്യം, ചെറിയൊരു തീപ്പൊരി എത്ര വലിയ വനത്തെയാണ് ചാമ്പലാക്കുക. നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നമ്മുടെ അവയവങ്ങളൊന്നായ അത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു. നരകാഗ്നിയിൽ ജ്വലിക്കുന്ന ഈ നാവ് പ്രകൃതി ചക്രത്തെ ചുട്ടു പഴിപ്പിക്കുന്നു. കേട്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ വചനങ്ങളിൽ യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും ഇതിനോട് ബന്ധപ്പെടുത്തി. കാരണം ഇവിടെ പറയുന്നുണ്ടല്ലോ, പിന്നെ 19-ാം അധ്യായം സങ്കീർത്തനം 19-ൻ്റെ 14-ാം തിരുവചനം, എൻ്റെ അപേക്ഷയിലും വിമോചകനുമായ കർത്താവേ, എൻ്റെ അധരങ്ങളിലെ വാക്കുകൾ, ഞാൻ പറയുന്ന വാക്കുകൾ, ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ. അപ്പം അത് വളരെ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ പറഞ്ഞത്. വളരെ കാര്യം. വചനം അത് അത്ര നമ്മളത് ഒരുപക്ഷെ നമ്മളങ്ങ് ചുമ്മാ വായിച്ചങ്ങ് പോവുകയുള്ളായിരിക്കും. അതുപോലെ ഇതിനെപ്പറ്റി ധ്യാനിക്കുമ്പം ഇതാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്, നമ്മുടെ നാവ് നമ്മൾ ദുരുപയോഗിക്കാൻ പാടില്ല. എൻ്റെ അപേക്ഷയിലും വിമോചനകർത്താവേ, എൻ്റെ അധരങ്ങളിലെ വാക്കുകൾ, നാവ് കൊണ്ടല്ലേ പറയുന്നത്. ഹൃദയത്തിലെ വിചാരങ്ങളും നല്ല വിചാരമായിരിക്കട്ടെ, അശുദ്ധമായ വിചാരങ്ങൾ നമ്മളെ ഭരിക്കാതിരിക്കട്ടെ. അങ്ങനെ പോകുമ്പോഴാണ് പിന്നെ അപ്പം നമ്മൾ ബോധപൂർവം ചെയ്ത് തെറ്റുണ്ട്, അറിയാതെ പറ്റുന്ന വീഴ്ചകളുമുണ്ട്. അപ്പോൾ അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് തന്നെ ശുദ്ധീകരിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഒരുപക്ഷെ നമ്മൾ അറിയില്ല, പിന്നീടാണ്. അപ്പം നമുക്ക് അതെല്ലാം കണക്ക് കൊടുക്കേണ്ടി വരും ദൈവസന്നിധിയിൽ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ഒന്ന് ധ്യാനിക്കുന്നത് എപ്പോഴും നമുക്ക് നല്ലതാണ് കേട്ടോ. തീർച്ചയായിട്ടും ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.